نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും നേടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി നടപ്പിലാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് തന്ന് നമ്മെ അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഭക്തിയുടെ നിറവിൽ നിറഞ്ഞു നിന്ന നമ്മുടെ ഊണിനെ, നമ്മുടെ ഉറക്കിനെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ, നമ്മുടെ മാനസികാവസ്ഥയെല്ലാം മാറ്റി പുനഃക്രമീകരിച്ച ഒരു മാസത്തോട് നമ്മൾ ഏറെക്കുറെ വിട പറയുകയാണ്. നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നമുക്കനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയാൻ, മൊഴി നൽകാനായി അള്ളാഹു ഇത് തിരിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു വെക്കും. ആ സമയത്തേക്ക് വേണ്ടി ഒരു കണിശമായ ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരുമിച്ചു കൂടലിൻ്റെ സമയമാണിത്. പ്രിയരെ, അവസാന നെടുവീർപ്പുകൾ എന്നത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെടുക്കുന്ന ഒരു മത്സരാർത്ഥി ആ സമയത്ത് അവൻ്റെ എല്ലാ ആരോഗ്യവും ഇട്ട്
ഓടിപ്പിടിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളും ഒന്ന് ആത്മാർത്ഥമായി മനസ്സിലിട്ടൊന്ന് വിലയിരുത്തേണ്ടുന്ന, ഒന്നുകൂടി അതിശക്തമായി ഓടി പിടിക്കേണ്ടുന്നൊരു സമയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അതിന്റെ അവസാന ഭാഗം പരിഗണിച്ചാണ്. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ വ ഖൈറ അമലി ഖവാതിമ വ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുവേ, എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല സമയമെന്നത് അതിൻ്റെ അവസാന ഭാഗമാക്കി തരണം. എൻ്റെ അമലിലെ ഏറ്റവും ഹൈറായ ഭാഗമെന്നത് അതിൻ്റെ അവസാനമാക്കണം, അതിൻ്റെ ഹാത്തിമാക്കണം. പിന്നെ വഹൈറ അയ്യാമി, എൻ്റെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമെന്നത് യൗമ അൽഖാഖ്, നിന്നെ കണ്ടുമുട്ടുന്ന സമയം, ആ സമയമാക്കണം ഏറ്റവും നല്ലത്. റമളാൻ ഒന്ന് കഴിയുക. ഞങ്ങനെ ആലോചിച്ച് ഇവിടെ ഇരുന്നപ്പോഴേ, 4ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ കൂടുന്നത്. നമ്മൾ എണ്ണി തീർക്കുന്നതിനേക്കാൾ വേഗതയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. റമളാൻ ഒന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊല്ലം മരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. നമ്മുടെ ആയുസ്സിൽ നിന്ന് അതിങ്ങനെ വെട്ടി മാറ്റി. ഇനി എത്ര സമയമുണ്ട് എന്നുള്ളത് സത്യത്തിൽ അറിയില്ല. ഖാളി അബൂ ശുറൈഹ് റഹിമഹുല്ല പറയുന്നൊരു വചനമുണ്ട്. അദ്ദേഹം അതിമനോഹരമായ ജീവിതം നയിച്ചൊരു മഹാന. ഒരിക്കൽ വിഷമത്തോടുകൂടി കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മദാ തബ്കി യാ അബാ ശുറൈഹ്, എന്താ ഇത്ര വിഷമം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാക്ക്, ഖില്ലത്തു അമലി വഖ്തിറാബു അജലി വഫക്കർതു ഫീ ദിഹാബി ഉംരി. ഖില്ലത്തു അമലി, കുറച്ച് അമലേ കയ്യിലുള്ളൂ. വഖ്തിറാബു അജലി, എന്റെ അജലിങ്ങനെ അടുത്തടുത്ത് വരിക. വഫക്കർതു ഫീ ദിഹാബി ഉംരി, എന്റെ ആയുസ്സിന്റെ വേഗത ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കിയെന്ന. ഇത്ര വേഗം കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം മരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. എത്ര നോമ്പും പെരുന്നാളുകളും തൊട്ടടുത്ത വർഷം ഇതുപോലെ ഒരു ഉണർവോടുകൂടെ ഉന്മേഷത്തോടെ ഇരിക്കാൻ, രാത്രികളെ സജീവമാക്കാൻ നമുക്ക് കഴിയോ അറിയില്ലല്ലോ. ഇത്ര സജീവതയോടെ കഴിയുമെന്ന് പറയാനും കഴിയില്ല. കാരണം ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കഴിഞ്ഞ റമളാനിന്റെ അത്ര കഴിവ് കിട്ടുന്നില്ല ഈ റമളാനിൽ. കാരണം ഇന്നലത്തെ അത്ര വയ്യ നമുക്ക് ഇന്ന്, ഇത്രത്തോളം സാധിക്കുമെന്നും കഴിയില്ല നാളത്തേക്ക്. അതുകൊണ്ട് ഒറ്റ വാക്കാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ സ്വാർത്ഥരാവണം. ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം. നമ്മുടെ മരണം നമ്മൾ നന്നായി ആലോചിക്കണം. നമ്മളൊക്കെ ജനാസ ഇങ്ങനെ ആ വെള്ളത്തുണി ഇങ്ങനെ പൊതിച്ചിട്ട് നമ്മളെങ്ങനെ കിടത്തുന്നൊരു നിമിഷമുണ്ട്. നമ്മൾ ശരിക്കത് മനസ്സിൽ ഓർത്തെടുക്കണം. നമ്മുടെ ഖബർ ആലോചിക്കണം. ഖബറിലേക്ക് നോക്കിയപ്പോ ഖബറിങ്ങനെ കണ്ട് രൂപം വലുപ്പം മനസ്സിലാക്കാനല്ല, അതിൽ കിടക്കുന്ന ഒരു നിമിഷത്തെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണമെന്നാ. നമ്മുടെ പരലോകം എവിടം വരെ എത്തി. സ്നേഹമുള്ളവരെ, നമ്മുടെ സ്വർഗം നമ്മളെ സന്തോഷിപ്പിക്കണം, നരകം നമ്മെ വല്ലാതെ വേദനിപ്പിക്കണം. സഹാബത്ത് അങ്ങനെ ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആദ്യമേ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധത്തിന് വേണ്ടി അണികൾ ഒരുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ അമീർമാരായി നിശ്ചയിക്കുന്നുണ്ട്. ഒന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, 3ാമത്തെ ആളാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറയുന്നത്, ജഅഫർ മരണപ്പെട്ടാൽ സെയ്ദ് ഇമാറത്ത് ഏറ്റെടുക്കണം. സെയ്ദും ഷഹീദായാൽ അബ്ദുള്ള ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. അവരും ഷഹീദായാൽ പിന്നെ നിങ്ങൾ കൂടിയാലോചിച്ച് വേണ്ടത് ചെയ്യണം. ആ പതാക കൈമാറി ആ രാത്രിയില് നാളെ പുറപ്പെടുമ്പോ അവരുടെ ചരിത്രം പറയുന്നത് എങ്ങനെ അറിയോ? അന്ന് രാത്രിയിൽ ആ 3 പേരും ഉറങ്ങിയിട്ടില്ല എന്നാ.
അത്ര സന്തോഷത്തിലായിരുന്നു അവര്. ഒരു മത്സ്യം, ഒരു മീന് വെള്ളത്തിൽ എത്ര സുന്ദരമായി നീന്തിക്കളിച്ചുകൊണ്ടിരിക്കോ അതിനേക്കാളും സന്തോഷമായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. ചരിത്രം രേഖപ്പെടുത്തുന്നതൊന്നുമല്ല. നാളെ നേരം വെളുത്താൽ, യുദ്ധം തുടങ്ങിയാൽ പിറ്റേന്ന് ഞങ്ങൾ സ്വർഗത്തിലാകുമല്ലോ. ഞാൻ ആ കഥ വായിച്ചിട്ട് വല്ലാഹി ഞാൻ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. നമ്മളോളൊന്നും വയസ്സാകാത്ത ആളുകളാ. അവരാണ് പറയുന്നത് എന്തറിയാം, നാളെ ഞങ്ങൾ സ്വർഗത്തിലാകുമല്ലോ. ഇതേ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രിയതമ അടുത്തേക്ക് വരുമ്പോ സൂറത്ത് മറിയമിൽ ഒരു ആയത്തുണ്ട്. ആയത്ത് വൈമിൻകും ഇല്ലാ വാരിദുഹ, നരകത്തിന്റെ മീതെ കൂടെ നിങ്ങളെ നടത്തപ്പെടാതെ, നരകം നിങ്ങൾക്ക് കാണിച്ചു തരാതെ സ്വർഗത്തിലേക്ക് നിങ്ങൾ അയക്കൂലെന്നാണ്. ഈ ആയത്തോതിയിട്ട് അദ്ദേഹം കരയാ. ആ വികാരം കണ്ടുകൊണ്ട്, ആ അവസ്ഥ കണ്ടിട്ട് പ്രിയതമയും കരഞ്ഞുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത്, നരകം അത് സഹിക്കാൻ നമുക്ക് കഴിയില്ല. അത് ഓർത്ത് കരഞ്ഞവരുണ്ട്, സ്വർഗം ഓർത്ത് ആലോചിച്ച് ചിരിച്ചവരുണ്ട്, സന്തോഷിച്ചവരുണ്ട്. സ്വർഗത്തിന് വേണ്ടിയാ നമ്മുടെ ഈ പട്ടിണി കിടക്കലും ഈ ഇരുത്തവും ഈ പ്രാർത്ഥനയും നമസ്കാരങ്ങളും എല്ലാം. അതിന് പ്രാപ്തമാകാൻ നമ്മുടെ അമലുകൾക്ക് കഴിയുമോ നമ്മൾ ആലോചിക്കണം. അള്ളാഹു പറയുന്നുണ്ട് പരലോകം ഭീകരമാണെന്ന്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മുടെ നാവിന് അള്ളാഹു സീല് വെക്കും, വായ സീല് വെക്കും. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്നിട്ട് കയ്യും കാലും വർത്തമാനം പറയുമെന്ന് പറയണത് ഇന്നത് കൊണ്ടാണ് റബ്ബേ എന്ന് കാരണം ബോധിപ്പിക്കാൻ പോലും നമുക്ക് അവസരമില്ലാത്തത് കൊണ്ടാ. ആ ലോകത്തിന്റെ അവസ്ഥ ഏതാ നിങ്ങൾ ആലോചിക്കേ. അവിടെ നമ്മൾ ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. എത്ര ഭീകരമായിരിക്കും പരലോകം. എല്ലാരും പരലോകത്തുണ്ടല്ലോ. നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, എല്ലാരും ഉണ്ട്. അല്ലാഹു പറഞ്ഞെന്തറിയോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. മക്കള് നമ്മളെ കാണുമ്പോ ഓടും, ആ മക്കളിൽ നിന്ന് നമ്മൾ ഓടും. നിങ്ങളുടെ കൂട്ടത്തില് എത്ര ആൾക്കാർ ഗൾഫിൽ പോയ, വിദേശത്ത് നിന്ന ആളുകളുണ്ട്. പഴയ കാലത്തൊക്കെ ഗൾഫിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവര് കരയാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമോ? നമ്മുടെ മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് ആ മക്കൾ എഴുതി തന്ന കത്ത് നോക്കിയിട്ട് അത് വായിച്ച് ആ ഫോട്ടോ തലയിണയുടെ ചുവട്ടിലേക്ക് വെച്ച് പെണ്ണെഴുതി അയച്ച ആ കത്ത് വായിച്ച് കരയാത്ത ഒരാളും ഉണ്ടാവില്ല. ആ മക്കളാണ് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം നമ്മളെ കാണുമ്പോ അവരിൽ നമ്മൾ ഓടും എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഞാൻ അത് പറഞ്ഞത് ആരുമില്ലാത്ത, എല്ലാരും നമ്മെ മറക്കുന്ന, ആർക്കും നമ്മൾ വേണ്ടാത്ത ഒരു ദിനത്തിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ അമലേ ഉണ്ടാവൂ. ആ പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരല്പം സ്വാർത്ഥരാവണം. സ്വർഗവും നരകവും മനസ്സിൽ വരണം. കഴിഞ്ഞ വർഷം റമളാൻ അതിന്റെ അവസാനം വലിയ പ്രതീക്ഷയിലാണ് ഞാനുങ്ങളൊക്കെ റമളാനിനെ യാത്രയാക്കിയത്. കിട്ടിയ ഭക്തി നിലനിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അതന്നെയാണ് നമ്മുടെ ആഗ്രഹവും. പക്ഷേ പലപ്പോഴും പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദരായി അറിഞ്ഞും അറിയാതെയുമായി എന്തെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തെല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾ ഓർത്തെടുക്കണേ. ഞാനത് അങ്ങനെ ചികഞ്ഞു പറയല്ല, നിങ്ങൾ ഓർത്തെടുക്കുക. അളവിലും വിധത്തിലും ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകുമെന്നേ ഉള്ളൂ. ജീവിതത്തിൽ അപാകതകൾ വരാത്തവരില്ല. ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഈ ഒരു കുറവ് നിത്യവേദനയായി, അസ്വസ്ഥതയായി നമ്മളെ അലട്ടുന്നുണ്ടോ? വേദനയായി മാറുന്നുണ്ടോ? സഹോദരങ്ങളെ, ഈ വേദനയാണ് നമ്മുടെ രക്ഷ. സർവവാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞാലും നമ്മുടെ റബ്ബിന്റെ വാതില് അത് തുറന്നു കിടക്കും. ആരാ റബ്ബ്? ഇന്ന റബ്ബി ഖരീബും മുജീബ്, ഇന്ന റബ്ബി
റഹീമുൻ വദൂദ്. ഇങ്ങനെ കുറെ വിശേഷണങ്ങളുള്ള അതിമഹോന്നതമായ വചനങ്ങളുണ്ട്. എന്റെ റബ്ബ് ഖരീബാണ്. ഖരീബിന് അർത്ഥം കൊടുക്കുന്നെന്തറിയോ? ഈ ജീവനാടിയേക്കാളും അടുത്തവനാണ്. അവൻ വിളിച്ചാൽ ഉത്തരം നൽകുന്നവനാണ്. അവൻ ഹബീബാണ്. വദൂദിന് അങ്ങനെയും ഇമാം ഖുർത്തുബി അർത്ഥം കൊടുത്തിട്ടുണ്ട്. അങ്ങേ അറ്റം സ്നേഹിക്കുന്നവനാ. അവൻ കരുണാവാരിധിയാണ്. അവനിലാണ് നമ്മുടെ പ്രതീക്ഷ. നോക്കൂ, മക്ക വിട്ട് മദീനത്തേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ ചെന്ന ആ നാട്ടിൽ വെച്ച് ആദ്യമായി ഇറങ്ങിയ വചനം സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതിമനോഹരമായ വചനമാണ്. എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് ചോദിക്കുമ്പോ അവരെങ്ങനെയുള്ളവരാ? അവർ സ്വന്തത്തോട് അതിക്രമം കാണിച്ചവരാ. അവരോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തില് ഒരു നിരാശയും നിങ്ങൾക്ക് വേണ്ടതില്ല. ഞാൻ പറഞ്ഞു തന്ന കഥ ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഈ ആയത്തിന്റെ വിശദീകരണത്തില് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തന്റെ മദാരിജു സാലിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ വിശദീകരണം എന്നോണം. എന്താ പറയുന്നറിയോ? ഉമ്മയോട് പിണങ്ങിയ ഒരു മോന് ഉമ്മയെ ചീത്ത വിളിച്ചവൻ ഇറങ്ങിപ്പോവുക വീട്ടിൽ നിന്ന്. അമ്മക്കാണെങ്കിൽ അത്യധികം സങ്കടം. ആ ചെക്കൻ ചീത്ത വിളിച്ചു പോവന്നെ. രാത്രി ഇരുട്ടി, എവിടേക്ക് പോകുമെന്നൊരു പിടുത്തമല്ല. അവസാനം പാതിരവായപ്പോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ. അങ്ങനെ വീടിന്റെ കതകിന് വന്നുകൊണ്ട് അവൻ നിൽക്കുകയാണ്. കതക് മുട്ടാൻ വീണ്ടും ഒരു മടി, ഉമ്മനെ വിളിക്കണ്ടേ എന്നുള്ളത്. അങ്ങനെ ഉമ്മയാണെങ്കിൽ ആ രാത്രി ഉറങ്ങേ ചെയ്യുന്നില്ല. പാതിരായപ്പോ ഉമ്മ വാതിൽ ചാരി ഇരിക്കുന്നുണ്ട്. വെട്ടം വെച്ച് വരുന്നതിന് മുമ്പ് വാതില് തുറന്ന് പുറമേക്ക് നോക്കുമ്പോ ഉമ്മറപ്പടിയില് കൈത്താങ്ങ് തലയിണയായി തളർന്നു കിടക്കുന്ന മകന്റെ നീതേക്ക് ഇങ്ങനെ കാല് വെക്കറിയാതെ നോക്കുമ്പോ ആ മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, മോനെ നീ എവിടെ പോവാനടാ? നീ എവിടെ പോവാനടാ? ഈ വീട്ടിലേക്ക് ഞാനല്ലാതെ നിനക്ക് വേറെ ആരാണ് ഉള്ളടാന്ന്. മധ്യസ്ഥന്മാരില്ലാതെ മനസ്സ് തുറക്കാനുള്ള മഹാസന്നിധിയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെത്. എല്ലാവരുടേതുമാണ് ആ സന്നിധി. ആരെയും പടച്ചോൻ അവഗണിക്കൂല. ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ ഒന്ന് മനസ്സ് നൊന്താൽ മതി, മനസ്സ് നൊന്താൽ മതി, ഒന്ന് കരഞ്ഞാൽ മതി. കാരണം എന്തറിയോ? ചെയ്യരുത് എന്ന് പറയുന്നതിനോട് നമ്മുടെ മനസ്സിന് താല്പര്യം കൂടും. ഓക്കെ, ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു പല്ലെടുത്തു എന്ന് വെക്കുക, ഡോക്ടർ പറയാണ് ഇവിടേക്ക് നാവ് വരരുത് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ആളാണെങ്കിലും അറിയാതെ അങ്ങോട്ടാ പോവുക. ഇങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാനുള്ള താല്പര്യമാണ് നമുക്കുണ്ടാവുക. വാപ്പയോട്, ആദം അലൈഹിസ്സലാമയോട് എല്ലാം നൽകി സൃഷ്ടിച്ച് റാദൻ ഹൈസു ശീത്തും, അങ്ങനെ ആ വാക്ക്, അർമാദിച്ചു തിന്നാൻ വേണ്ടി സ്വർഗത്തിലെല്ലാം ഒരുക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഈ കൊച്ചു മരത്തിലേക്ക് നോക്കല്ലേ കേട്ടോ, ഇങ്ങോട്ട് വരരുതേ എന്ന് പറഞ്ഞു. അവിടേക്കാ പോയത്. തെറ്റ് ബോധ്യപ്പെട്ടു. ആദ്യം വിളിച്ചു റബ്ബിനെ, റബ്ബന ലലംന. സഹോദരങ്ങളെ, ഇമോഷണലായി, വൈകാരികമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറമേക്ക് വരേണ്ട ശബ്ദമാണ് റബ്ബ് എന്നത്. റബ്ബന, അങ്ങനെ ഒരു വിളി ഉണ്ടായാൽ മതി. ആ വിളി ഉണ്ടായാൽ ആദം അലൈഹിസ്സലാമക്ക് പൊറുത്തു കൊടുത്തതുപോലെ നമുക്കും അള്ളാഹു പൊറുത്തു തരും. കുറ്റബോധം വരാൻ വൈകിയാൽ അത് ആപത്താണ്. നമ്മളൊക്കെ ചിന്തയില് ഞാനൊന്നും പലപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നലുകൾ എനിക്കുങ്ങൾക്കൊക്കെ വരാം. കാരണം ഞാൻ അത്യാവശ്യത്തിന് നമസ്കരിക്കുന്നുണ്ടല്ലോ. ചില ആളുകളുടെ നിസ്കാരത്തിൽ ഒരു 60% ഉണ്ടാവും. ലൊഹറും അസറും മഗ്‌രിബും ഉണ്ടാവും. ബാക്കി 2 ചിലപ്പോൾ വീഴ്ച വരുത്തുന്നവരാ. എന്നാലും പിന്നെ അവരെ കാണുക അടുത്ത റമദാനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ജുമ കഴിഞ്ഞ് അടുത്ത ജുമയിലേക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാ റമദാനുകളിലും
20-25% ആളുകൾ നമ്മുടെ പള്ളികളിലൊക്കെ കൂടാറുണ്ട്. യാഥാർത്ഥ്യ. ഈ മുസ്ലിമീങ്ങള് മറ്റുള്ള ദിവസങ്ങളിൽ എവിടെയാ? ഞാൻ ആക്ഷേപിക്കാനല്ല പറഞ്ഞത്, ഞാൻ ആലോചിക്കാൻ പറഞ്ഞതാ. ഈ 25% വരുന്ന ആളുകള്, ചില ആളുകൾ പെരുന്നാളിന് മാത്രം നമസ്കരിക്കുക. പെരുന്നാളിന് മാത്രം ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മുസ്ലിം നാമധാരികളായ ആളുകളോട് ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇസ്ലാമിന്റെ അടയാളം എന്താ? ഞങ്ങൾ പെരുന്നാളിന് പള്ളിയിൽ പോകും, ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചിട്ട് വരണം, ഈ വസ്ത്രമാണ് ഞങ്ങൾ പെരുന്നാളിന് ധരിക്കുക, അന്ന് ഞങ്ങൾ ഈ പ്രത്യേക രൂപത്തിലുള്ള ബിരിയാണിയും വെക്കും, ഇതാണ് ഇസ്ലാമിന്റെ അടയാളം. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ അത് പറയാനല്ല പറഞ്ഞത്. എന്താ അറിയോ സംഗതി? ഇന്നത് കഴിഞ്ഞ് ഇന്നത് മാത്രമായാൽ അത്രയൊക്കെ മതി, തെറ്റല്ല എന്നൊരു വിചാരം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു ഫർള് ഉപേക്ഷിക്കുക എന്നത് ഹറാമാണ്. ഇങ്ങനെ ഒരു വക്ത് നമസ്കാരം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. ആ ഹറാം ജീവിതത്തിൽ വന്നാൽ തൗബ ചെയ്യണ്ടേ? അങ്ങനെ എത്ര തൗബയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക? തെറ്റുകളെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടാവണം. ഒറ്റ വാക്കിൽ പറഞ്ഞു തരിക, തെറ്റുകളെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടാവണം. അപ്പോഴാണ് മാറി നടക്കാൻ കഴിയുക. നിങ്ങൾ നോക്കിയേ, ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ഇമാം ഗസാലി റഹിമഹുല്ല തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ശരിക്ക് 17 തെറ്റുകളെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ തെറ്ററിയോ? ഈ വൻ പാപങ്ങളല്ല, സിഹ്ർ, ശിർക്ക്, ഖത്ല്, പിന്നെ സിന, അതേപോലെ പലിശ, ഇതൊന്നുമല്ല. നമ്മളെ ബാധിക്കുന്ന 17 അതിൽ 4 മനസ്സിൽ വരുന്ന തെറ്റാണെന്ന്. മനസ്സിലെ ശിർക്കുണ്ട്. ഏതാ മനസ്സിലെ ശിർക്ക്? പല ശിർക്കുകളിൽ നിന്നും രക്ഷപ്പെട്ട നമ്മളിൽ ചില ശിർക്ക് വരുന്നുണ്ട്. ആ ശിർക്ക് ഏതറിയോ? അല്ല മാത്രം പോരാ, മറ്റേ ആള് കൂടി എന്നെ രക്ഷിക്കാൻ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ചില ധാരണകളുണ്ട്. നബിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നബിയെ നിങ്ങൾ എന്നെ രക്ഷിക്കണം കേട്ടോ എന്ന്. ഉടനെ തന്നെ റസൂലുള്ള തിരുത്തി, എനിക്ക് ആരെയും അങ്ങനെ രക്ഷിക്കാൻ കഴിയൂല, രക്ഷ അള്ളാനോട് ചോദിക്കുന്ന, എനിക്ക് നിങ്ങളുണ്ടായാ മതി, എന്നെ രക്ഷിക്കാൻ നിങ്ങൾ മതി. ആ വിചാരം തെറ്റാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മനസ്സുകൊണ്ടുള്ള മറ്റൊന്നാണ്. പിന്നെ രണ്ടാമത് വരുന്നൊരു തെറ്റെന്തറിയോ? തെറ്റ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ചില ആളുകളുടെ മനസ്സ് അങ്ങനെയാ. ഞാനിത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരാളെ അല്ല. ഞാൻ ഈ പറയുന്നതൊക്കെ സ്വന്തത്തോട് മാത്രം നിങ്ങൾ ചോദിക്കാവൂ. തെറ്റ് ചെയ്യണം എന്ന് നിരന്തരം മനസ്സ് കാമിച്ചുകൊണ്ടേയിരിക്കുക വലിയ തെറ്റല്ലേ? അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശ തോന്നുക, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയരായിരിക്കുക. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. ഇതൊക്കെ മനസ്സുകൊണ്ട് വരുന്ന തെറ്റാ. 4 നാവ് കൊണ്ടാ. ആൾക്കാരെ കുറിച്ച് അപവാദം പറയുക, ആളുകളെ കൊച്ചാക്കുക, കള്ളസാക്ഷ്യം പറയുക, കള്ളസത്യം ചെയ്യുക. നിങ്ങൾ ചേർത്തി വായിക്കണം. ഇതൊക്കെ ചിലതൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് 3 ഉദരം കൊണ്ടുള്ളതാ. 1 ലഹരി വയറ്റിലെത്തുക, അനാഥകളുടെ മുതല് തിന്നുക. ഈ അനാഥകളുടെ മുതല് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണമെന്നറിയോ? വാപ്പിയും ഉമ്മയും മരണപ്പെട്ടു, അവരുടെ സ്വത്ത് വിഭജിക്കാൻ വൈകുന്നു. ജ്യേഷ്ഠന്റെയോ അനിയന്റെയോ അവരുടെ വേർപാടിന് ശേഷം അവർക്ക് അർഹതപ്പെട്ട മുതല് നമ്മൾ കയ്യിൽ വെച്ചോണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ അർഹതപ്പെട്ട മുതല്, ഹറാമായ മുതല് തിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല, അല്ലേ? അനാഥകളുടെ മുതല് തിന്നുക, അറിഞ്ഞോ അറിയാതെയോ പലിശ തിന്നുക. 2 നമ്മുടെ ലൈംഗിക അവയവം കൊണ്ടുള്ളതാ. 1 വ്യഭിചാരവും 1 സ്വയംഭോഗവുമാണ്. 2 കൈകൊണ്ടാണ്, വധവും മോഷണവുമാണ്. കാലുകൊണ്ടൊന്ന് നല്ല സ്ഥലങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക, യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോവുക. ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വലിയ പാപങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷേ ചെറിയതിനെയൊക്കെ നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും അവഗണിക്കും. ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ദുശ്ശീലങ്ങളുണ്ട്, തെറ്റായ ശീലങ്ങളുണ്ട്. ഒരു രസത്തിന് വേണ്ടി തുടങ്ങി വീണ്ടും വീണ്ടും ചെയ്ത് ജീവിതത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന പലതും, ചിലത് നമുക്കറിയില്ല.
ആർക്കറിയും? നമ്മുടെ കൂടെ പണിയെടുക്കുന്നവർക്കറിയും, കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയും, ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾക്കറിയും. അതുകൊണ്ടാണ് അള്ളാഹുവോട് ആത്മാർത്ഥമായി തേടണം. വജ്ബുർനി, ഒരു പ്രാർത്ഥന അല്ലേ? അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി. എന്താ വജ്ബുർനി എന്ന് പറഞ്ഞ? പടച്ചോനെ, എന്റെ ആ പോരായ്മകളെ നീ എനിക്ക് പരിഹരിച്ചു തരണം. സഹോദരങ്ങളെ, വലിയ വലിയ വീടുകൾ തകർക്കുന്നത് ആനകളോ അതിനേക്കാൾ വലിയ ജീവികളോ അല്ല, ചെറിയ പ്രാണികളും ചെതലുകളുമാകും. വലിയ തോട്ടങ്ങൾ നശിപ്പിക്കുന്നത് ദിനോസറിനെ പോലെയുള്ള വലിയ ജന്തുക്കളായിക്കൊള്ളണമെന്നില്ല, ചെറിയ ചെറിയ കുറുനരികളാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരാ തകർക്കുന്നത് എന്നുകൂടി ആലോചിക്കുക. വലിയ പാപങ്ങളെ സൂക്ഷിക്കുന്ന നമ്മൾ ചെറിയ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ടോ? ഒന്നെപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ, തെറ്റിൽ വീഴാനുള്ള ഒരു സാഹചര്യവും പടച്ചവനെ എനിക്ക് തരരുതേ, അങ്ങനെ ഒരു സ്ഥാനത്ത് എന്നെ എത്തിക്കരുതേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ചുരുങ്ങിയത് 100 കണക്കിന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്നറിയില്ലേ? നിങ്ങൾ നോക്കിയേ, ഒരാളെ കണ്ടിട്ട് മെയിൻ ചെയ്യാണ്ടിരിക്കുക, കാണാത്ത ഭാവം നടിക്കുക, ഒന്നും പറയാതിരിക്കുക, പറഞ്ഞാൽ തന്നെ കുത്തുവാക്കുകൾ പറയുക, അങ്ങനത്തെ എത്ര ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് 2 രൂപത്തിൽ നമുക്ക് തെറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് പടച്ചവനോടുള്ള തെറ്റ്, ഒന്ന് പടപ്പുകളോടുള്ള തെറ്റ്. അതുകൊണ്ട് പടപ്പുകളോടുള്ള തെറ്റുകൾ പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ ചെല്ലണം. മാതാപിതാക്കള്, മക്കള്, കുടുംബങ്ങള്, വേറെയുള്ള വേണ്ടപ്പെട്ട ആളുകൾ, ഒന്നിച്ച് ജീവിക്കുന്നവർ, എന്തെല്ലാം തിന്മകൾ വരാം. അതുകൊണ്ട് മരണത്തലേന്ന്, ഞാൻ വേഗത്തിൽ പറയാം, നമുക്ക് ഇനി സമയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന ആ തലേന്ന്, ദിവസത്തിന്റെ തലേന്ന് അസരക്ക് പള്ളിയിൽ വന്ന് പൊരുത്തപ്പെടിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ മുഹമ്മദ്. 10 സിഫത്താ പറയണത്. എന്നിട്ട് ഈ നാവ് ഇങ്ങനെ പിടിച്ചു പറഞ്ഞു, ഈ മുഹമ്മദ്, ഈ നാവ് കൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അബൂബക്കറിനെ, ഉമറിനെ ആരെയും പേടിക്കരുത്, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരണം, പ്രതികാരം ചെയ്യണേ, അള്ളാഹുവിലേക്ക് നീട്ടിവെക്കരുതേ, പരലോകത്തേക്ക് നീട്ടിവെക്കരുതേ എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മുടെ വീട് ഇതല്ല എന്ന് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കിടത്തിയിട്ട് നമ്മുടെ സഹോദരങ്ങൾ യാത്രയപ്പിൽ പറയും അല്ലേ? നമ്മുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെന്താ പറയുക? അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ, ഇവന്റെ വീട് ഇതല്ലട്ടോ, വേറെ വീടാ, പകരം നല്ല വീട് കൊടുക്കണമേന്നാ. പ്രിയരെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഈ തിരക്കിനിടയിൽ അല്പമൊന്ന് തിരിഞ്ഞു നിൽക്കണം, സ്വന്തത്തെ വിലയിരുത്തണം. നമ്മളൊക്കെ ശീലിച്ച കുറെ ശീലങ്ങളുണ്ട്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആ കാണണ പള്ളിക്കാടിന്റെ മൂലയിൽ നമ്മൾ കിടക്കേണ്ടവരാ. ആർക്കും നമ്മെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മുടെ കൂടെയുള്ളത് അമലുകൾ മാത്രം. നമ്മൾ ഉടുത്ത വസ്ത്രം നമ്മുടെ കൈകൊണ്ട് അയക്കാൻ കഴിയോ? നമ്മുടെ തല എണ്ണിയിട്ട് നമ്മുടെ പെണ്ണ്, നമ്മുടെ ഉമ്മ നമുക്ക് പാകം ചെയ്ത ഭക്ഷണം നമ്മൾക്ക് തന്നെ കഴിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവോ? അത്രയല്ലേ ഉള്ളൂ നമ്മള്. അതുകൊണ്ട് ഈ ചെറിയ ജീവിതം ഉപകാരപ്പെടുത്തണേ. മയ്യത്ത് കട്ടിൽ കിടന്ന് വിലപിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്, ഹറാമുകൾ വരരുത്, ഫറലുകൾ ഉപേക്ഷിക്കലും ഹറാമാ, വരാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അള്ളാഹുവോടുള്ള ബന്ധത്തിൽ വീഴ്ച വന്നോ, പടപ്പുകളോടുള്ള ബന്ധത്തിൽ വീഴ്ച വന്നോ, പേടിക്കണം. നമ്മൾ ഓരോന്നിനെയും പേടിക്കണം. അടുത്ത ദിവസം പെരുന്നാൾ രാവാ, ഞായറാഴ്ച. 1 മണിക്കൂർ ചന്ദ്രൻ അസ്തമിച്ച്, സൂര്യൻ അസ്തമിച്ച്, ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട്. 1 മണിക്കൂർ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട്. ഏതായാലും ചന്ദ്രനെ കാണാൻ സാധ്യത ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാനും 1-2 ദിവസം ഇനി നോമ്പായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇന്നലത്തോടുകൂടെ 27 തറാവീഹുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. 2 ദിവസത്തിൽ ചിലതൊക്കെ അള്ളാഹുവോട് ഇനിയും ചോദിച്ചു വാങ്ങാനുണ്ട്. ഒന്ന് ആത്മാർത്ഥമായി കരയേണ്ടിടത്ത് കരയണം സഹോദരങ്ങളെ. മറ്റുള്ളവരെ കാണിച്ചല്ല,
ഒറ്റക്കൊന്നിരിക്കുക. പ്രായമുള്ള എത്രയോ ആളുകളെ ഇരുത്തിയിട്ട് ചെറുപ്പക്കാര് പെട്ടെന്ന് മരിക്കുന്ന ഒരു പ്രത്യേക എന്തോ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഒന്ന് ഒരുങ്ങുക, പെരുന്നാളിന് വേണ്ടിയും ഒരുങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിൽ ഒരു കുട്ടി പള്ളിയിൽ നിന്ന് ഇങ്ങനെ കരയാം, മുസല്ലയിൽ നിന്ന് വന്നവര്. കുട്ടി കരഞ്ഞപ്പോ ചുരുക്കത്തിൽ പറഞ്ഞു കേട്ടോ, റസൂലുള്ളാഹി കുട്ടി ഇങ്ങനെ അണച്ചു പിടിച്ച് എന്നിട്ട് ചോദിച്ചു, കൈ ഇങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു, മോനെ, നിനക്ക് ഉപ്പയായി ഞാനും ഉമ്മയായി ആയിഷയും ഇത്താത്തയായി ഫാത്തിമയും മതിയോടാന്ന് ചോദിച്ചു. എന്നിട്ട് ആ റസൂൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ചിരിച്ചോലോ. എന്തിനപ്പം ചിരിക്കണേ? നേരത്തെ കരഞ്ഞില്ല, എന്തിനാ നിർത്തിയത്? എനിക്കിപ്പല്ലോ ഇപ്പാനെയും കിട്ടി, ഉമ്മനെ കിട്ടി, എല്ലാരെയും കിട്ടിയില്ലേ, ഞാൻ എന്തിന് കരയണമെന്നാ? സഹോദരങ്ങളെ, നമ്മുടെ മുസല്ലയിലോ നമ്മുടെ പള്ളിയിലോ അങ്ങനെയൊന്നും ആരും വന്ന് കരയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉത്തരവാദപ്പെട്ട നമ്മുടെ മേഖലയിൽ, നമ്മുടെ മഹല്ലില് ഏതെങ്കിലും ഒരു വിധവ അങ്ങനെ കരയാൻ ഇട വന്നാൽ, ഒരു കുഞ്ഞ് നൊമ്പരപ്പെടാൻ ഇട വന്നാൽ, ഞാനുങ്ങളൊക്കെ അള്ളാന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. നമ്മളില്ലാത്ത നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളില്ലാത്ത നമ്മുടെ പെരുന്നാളിന് നമ്മളില്ലാത്ത നമ്മുടെ വീട് അല്ലേ, ഒക്കെ ഇങ്ങനെ ഇടക്കൊക്കെ ഓരോന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഒന്ന് ഒരുങ്ങുക. ആർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അതൊക്കെ മനസ്സിലേക്ക് വരണം, ഓർത്തു വെക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നോമ്പ് അവസാനിക്കുന്നതോടെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നോമ്പിൻ്റെ അവസാനത്തെ പുണ്യകർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ. പല ആളുകളും അത് കൊടുത്തിരിക്കും. എന്തിനാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. തുഹറത്തുൽ ലിസ്സാഹിം വ തുഅമത്തുൽ ലിൽ മസാക്കീൻ. നമ്മൾ മനുഷ്യരാണ്. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇബാദത്തുകളൊക്കെ ചെയ്യണ്ടെങ്കിലും വീഴ്ച ഉണ്ട് എന്നത് ഉറപ്പാ. അതുകൊണ്ട് ആ നോമ്പുകാരന്റെ വീഴ്ചകളെ പരിഹരിക്കാൻ ഒരു നേരത്തെ സാധുവിന്റെ ഭക്ഷണം, അതാണ് ഫിത്ർ സക്കാത്ത്. നമ്മുടെ വീട്ടില് നമ്മൾ ഇപ്പോൾ പ്രസവിച്ച കുട്ടിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തലയെണ്ണി 120 രൂപ ക്രമത്തിൽ ബന്ധപ്പെട്ട ആളുകളെ അത് ഇന്ന് തന്നെ ഏൽപ്പിക്കണം. നാളെ ഒരു ദിവസം മാത്രം നമുക്ക് അതിൻ്റെ വിതരണത്തിനുള്ളൂ. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുന്നാൾ നിസ്കാരം നമുക്ക് നമ്മുടെ മൈതാനിയിലാണ്. ആ മൈതാനിയിലേക്ക് 7 മണിക്ക് ഇൻഷാ അല്ലാഹ് കൃത്യം നമുക്ക് നമസ്കാരം തുടങ്ങണം. കാരണം വെയിൽ, ഒരു തണലില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് വെയിൽ ശക്തിപ്പെടുന്നതിന് മുമ്പേ നമുക്കെല്ലാതും നമസ്കാരവും ഖുതുബകളും എല്ലാം കഴിയണം. അതുകൊണ്ട് നേരത്തെ വരണം, തക്ബീർ മുഴക്കി വരണം, വളുവെടുത്ത് മുസല്ലയുമായി എന്തെങ്കിലും കഴിച്ചു വരണം. കാരണം ഈ പെരുന്നാളിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ നിലക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് വരിക എന്നുള്ളതാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളോട് പ്രത്യേകം ഉണർത്താനുള്ളത്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പീരിയഡിലുള്ള സഹോദരിമാരാണെങ്കിൽ പോലും മുസല്ലയിലേക്ക് വരണമെന്നും വെറും കയ്യോടുകൂടെ ആരും വരരുതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സദഖകൾക്ക് വേണ്ടി കരുതി അവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ നമ്മുടെ മഹല്ലിലെ എല്ലാ മുസ്ലിമീങ്ങളും പങ്കെടുക്കണം എന്ന നിലക്കാണ് ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അവിടെ വരണം, ബാധ്യതകൾ നിർവഹിക്കണം, ഒന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്ത്. മനസ്സറിഞ്ഞ് നമ്മൾ തേടണം. ഇനിയും ഇപ്പൊ നമ്മുടെയൊക്കെ ഈ പള്ളി നടക്കുന്നത് പോലും നമ്മൾ നൽകുന്ന സദക്കകൾ കൊണ്ട് മാത്രം, വേറൊരു വരുമാനം ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ 2-3 സഹോദരങ്ങൾ ഒരു ബക്കറ്റും പിടിച്ച് അവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി നൽകുന്നവരുമാണ്. ആ നൽകലിൽ ഒന്നുകൂടി കരുതലുകൾ ഉണ്ടാകണം.
എന്ന് മാത്രാണ്. അത് നിന്റെ ശൈലിയുടെ അങ്ങേയറ്റാണ്. ആ കരുതലുകൾ നഷ്ടം വരുത്തരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഇബാദത്തും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മളുടെ എല്ലാ സ്വതക്കകളും സക്കാത്തുകളും സ്വീകരണത്തിന് വേണ്ടി നമ്മൾ വെക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഞങ്ങളെ നീ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങൾ നൽകിയ സദഖ എല്ലാം നീ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ഈ ഇഖ്ലാസ് പരിഗണിച്ചുകൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് ഏറ്റവും കനം തോന്നുന്ന ഒരു അമലായി സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്വാലിഹീങ്ങളായ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റി തരയണമേ തമ്പുരാനെ. അള്ളാഹുവേ, നിനക്കിഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ഏത് സാഹചര്യത്തിലും സംതൃപ്തമായ, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ആദർശം ഈ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഈ പള്ളി ഇവിടെ കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മഹത്തുക്കൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നീ നിന്റെ മഹത്തായ ഫളില് കൊണ്ട് നൽകി അനുഗ്രഹിക്കുകയും അവരെ തുണക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക്, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ കഷ്ടപ്പാടുകളും രോഗങ്ങളും മാറ്റി ശിഫയും ആഫിയത്തും സന്തോഷവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, നാട്ടിലും ലോകത്തും മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ഞങ്ങളെ സഹോദരങ്ങളുണ്ട്. ഗസയില്, ഫലസ്തീനില്, ഉത്തരേന്ത്യയില്, ലോകത്തിന്റെ നാനാഭാഗത്ത് വേദനിക്കുന്ന ഞങ്ങളുടെ ഓരോ സഹോദരങ്ങൾക്കും നിന്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹുവേ ആഫിയത്ത് നൽകി നീ തുണക്കണമേ തമ്പുരാനെ. ഇസ്സത്ത്, അഭിമാനം, മുസ്ലിം എന്ന ബോധം തന്ന് ഞങ്ങളെയും അവരെയും നീ തുണക്കണമേ തമ്പുരാനെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നിന്നെ സ്മരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്തു തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.